ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടില് കനാലുണ്ട്, ഇങ്ങനെ വെള്ളമൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ കുറെ ചാടാനൊക്കെ പോകും. ബോയ്സ് ആയിരിക്കും കൂടുതൽ, ഗേൾസ് അങ്ങനെ പോവില്ലല്ലോ. പക്ഷെ ഞാൻ വേറെ കാറ്റഗറി ആയിരുന്നു. ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. മരത്തെ കയറുക, സൈക്കിൾ ഓടിക്കുക. അപ്പൊ ഇവന്മാരെന്നോട് ചോദിക്കും, നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ, നീ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നത്? അപ്പം സ്കൂളിൽ നിന്ന് വന്ന വഴി ഉച്ചക്കൊക്കെ സ്കൂൾ വിടുന്ന ചില അപൂർവ ദിവസങ്ങളുണ്ടാവും. അപ്പം ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ, അതിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഉച്ചയ്ക്ക് വിട്ട സ്ഥിതിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്, എന്തെങ്കിലും ഒപ്പിക്കാം, എന്തെങ്കിലും ഒപ്പിക്കണം. അപ്പൊ കനാലിൽ നമുക്ക് കുളിക്കാൻ പോകും. അപ്പൊ മറ്റേ പാലത്തിന്റെ മേളിൽ നിന്നൊക്കെ ചാടുക, അങ്ങനത്തെ വിചിത്രമായിട്ടുള്ള പരിപാടികളൊക്കെ. അതെ അതെ അതെ, അതൊക്കെ ആ സമയത്ത് അതാ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോ എന്നിട്ട് ഞാൻ എല്ലാരും കൂടി, അപ്പൊ അതിന്റെ കൂടെ എന്റെ അനിയത്തിയുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഭയങ്കര പേടിയാ, അച്ഛനെ ഭയങ്കര പേടിയാ. ഞാനാണെ പേടിയാണെങ്കിലും തോന്നിവാസത്തിന് ഒരു കുറവുമില്ല, ഞാൻ ചെയ്യും, പേടിച്ചിട്ടും ഞാൻ ചെയ്യും. എനിക്കറിയാം നല്ല അടി കിട്ടും എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇവളെ സോപ്പിട്ട് ഇവളെ കൊണ്ടുപോയി, അല്ലാതെ ഇവള് നേരത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ പൊക്കൂലോ, ഞാൻ ഇവളെയും കൊണ്ടുപോയി. ഇവളെയും പയ്യെ വെള്ളത്തിലൊക്കെ ഇറങ്ങി, നല്ല രസമില്ല എന്നൊക്കെ പറഞ്ഞ് അതെ ചാടിച്ചു. എന്നിട്ട് പിന്നെ വൈകുന്നേരം കുറെ സമയമായിട്ടും പിള്ളേരെ കാണുന്നില്ല. എന്നിട്ട് അച്ഛൻ തപ്പി വന്നു. എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടി കിട്ടി. മറ്റേ അനിയത്തി അപ്പൊ തന്നെ, അച്ഛാ ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, കുമ്പസരിച്ച് ഇവള് പറഞ്ഞത് കൊണ്ട് ഞാൻ ചാടിയതാ. അവള് പിന്നെ രക്ഷപ്പെട്ടു. എനിക്ക് നല്ല അടി, പിന്നെ കീപ്പോട്ട് അടിക്കുള്ളൂ. നല്ല മറ്റേ ഇത് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, പച്ച കളർ, മറ്റേ ഒരു എന്തോ ഒരു ചെടിയുടെ പേര് പറയില്ലേ പണ്ടൊക്കെ ഇങ്ങനെ തല്ലുന്നേ, ചീമക്കൊന്ന, അതിന്റെ നല്ല അടി. എന്നിട്ടും നന്നായില്ല. പിന്നെ കെട്ടുറപ്പുള്ള ബന്ധങ്ങൾക്ക് ചാവറ മാട്രിമണിയിൽ രജിസ്റ്റർ ചെയ്യൂ.